നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരാബോള എന്താണെന്നും അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്തായിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എലിപ്സ് ആണ്. എലിപ്സിൻ്റെ ഡെഫിനിഷൻ നോക്കാം. An ellipse is the set of all points in a plane, the sum of whose distance from two fixed points in a plane is constant. നമ്മൾ പരാബോള പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, പരാബോളയിൽ ഒരു ഫിക്സഡ് ലൈനുമാണ് ഉള്ളത്. ഇവിടെ എലിപ്സിൽ 2 ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 2 ഫിക്സഡ് പോയിന്റ് ഉണ്ട്. ആ ഫിക്സഡ് പോയിന്റ് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കണേ, F1ഉം F2. ഇനി ഈ ഒരു എലിപ്സിലെ പോയിന്റ് ആണ് P1 P2 എങ്കിൽ, അതായത് P1 P2 എന്ന് പറയുന്ന 2 പോയിന്റ് എലിപ്സിൽ ലൈ ചെയ്യണമെങ്കിൽ നമുക്കൊരു കണ്ടീഷൻ ഉണ്ട്. ഈ F1 P1 എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് F1 P1 ഈ ഡിസ്റ്റൻസ്, അതിനാണ് ഞാൻ F1 P1 എന്ന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ഡിസ്റ്റൻസ് പ്ലസ് F2 P2 ഈ ഡിസ്റ്റൻസിനോട് ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് F1 P1 പ്ലസ് F2 P2 എന്ന് എഴുതി. ഈ രണ്ടും ആഡ് ചെയ്യുന്നത് ഈക്വൽ ടു F1 P2, അടുത്ത പോയിന്റ് F1 P2 പ്ലസ് F2 P2 ആയിരിക്കും. അതായത് ഇപ്പം നമുക്ക് P1 P2 എന്ന് പറഞ്ഞ 2 പോയിൻറ്റ്സ് എലിപ്സിൽ ലൈ ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ അനുസരിച്ച്, അതായത് ഇതിനകത്ത് പറഞ്ഞതനുസരിച്ച് നമുക്ക് ഈ ഡിസ്റ്റൻസ്, ആ പോയിന്റിൽ നിന്ന് ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കിക്കേ, P1 F1 പ്ലസ് P1 F2 ഈക്വൽ ടു F1 P2 പ്ലസ് F2 P2 ആയിരിക്കണം. ഇനി അടുത്ത വേറൊരു പോയിന്റാണ് P3 എന്ന് നോക്കിക്കോ. അപ്പോൾ ആ ഡിസ്റ്റൻസും, അതായത് F1 P3 is equal to F1 P3 ഈ P3യും F1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും പ്ലസ് F2 P3 പ്ലസ് F2 P3 ഈ ഡിസ്റ്റൻസും എല്ലാം ഈക്വൽ ആയിരിക്കണം, അതായത് വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ്. അങ്ങനെയാണ് എനിക്ക് പറയാം ഈ 2 പോയിന്റും എവിടെ ലൈ ചെയ്യുന്നു, എലിപ്സിൽ ലൈ ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ആ എലിപ്സിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിൻ്റെ ഫോക്കൈ എന്താ, അതുപോലെ തന്നെ മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, വേർട്ടീസസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ എലിപ്സ്. ഇതിനകത്ത് ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം F1 F2 ആണ് അല്ലേ. ഫിക്സഡ് പോയിന്റ് F1 ആൻഡ് F2 അതിനെയാണ് ഫോക്കൈ എന്ന് പറയുന്നത്. ഫിക്സഡ് പോയിന്റിനാണ് നമ്മൾ ഫോക്കൈ എന്ന് പറയുന്നത്. ഈ F1 F2 അതാണ് ഫോക്കൈ എന്ന് പറയുന്നത്, ഫിക്സഡ് പോയിന്റിന് ഫോക്കൈ എന്ന് പറയുന്നു. ഇനി അടുത്തത് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫോക്കൈ ലൈ ചെയ്യുന്ന ലൈന് പറയുന്നതാണ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ. ഫോക്കൈ ലൈ ചെയ്യുന്ന ആക്സിസ് ഏതാ? ഇവിടെ ഫോക്കൈ ലൈ ചെയ്യുന്ന ആക്സിസ് എക്സ് ആക്സിസ് അല്ലേ, അതായിരിക്കും മേജർ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേര് ഞാൻ എങ്ങനെ കൊടുക്കും? AB എന്ന് കൊടുത്താൽ മതി അല്ലേ. മേജർ ആക്സിസ് AB. ഇനി അങ്ങനെയാണെങ്കിൽ മൈനർ ആക്സിസ് എന്ത് വരും? മൈനർ ആക്സിസ് ഞാൻ ജസ്റ്റ് മേജർ ആക്സിസ് എന്താ മൈനർ ആക്സിസ് എന്താന്ന് പറയണേ ഉള്ളൂ കേട്ടോ. മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് ഒറിജിന് പെർപെൻഡിക്കുലർ ആയിട്ട് വന്നതാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് വന്ന ലൈൻ ഏതാ, ആക്സിസ് ഏതാ? CD അല്ലേ. അപ്പം നമുക്ക് പറയാം മൈനർ ആക്സിസ് എന്ന് പറയുന്നത് ഏതാ? CD ആണ് അല്ലേ. ഇനി വേർട്ടീസസ് എന്താണെന്ന് നോക്കാം. വേർട്ടീസസ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസിൻ്റെ എൻഡ് പോയിന്റ് ആണ് വേർട്ടീസസ് എന്ന് പറയുന്നത്. ഇതാണ് മേജർ ആക്സിസ് അല്ലേ. ഫോക്കൈ ലൈ ചെയ്യുന്ന ആക്സിസ് ആണ് മേജർ ആക്സിസ്. ഈ മേജർ ആക്സിസിൻ്റെ എൻഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഇത് എയും ഇവിടെയാണ് B എന്ന് പറയുന്ന എൻഡ് പോയിന്റ്. ഈ എൻഡ് പോയിന്റുമാണ് എന്തെന്ന് പറയണത്? വേർട്ടീസസ് എന്ന് പറയണത്. അപ്പോൾ വേർട്ടീസസ് ഏത്? A ആൻഡ് B. അപ്പം നമ്മുടെ ഫിക്സഡ് പോയിന്റിനാണ് ഫോക്കൈ എന്ന് പറയുന്നത്, ഫിക്സഡ് പോയിന്റ് F1 ആൻഡ് F2. പിന്നെ മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫോക്കൈ ലൈ ചെയ്യുന്ന ആക്സിസിനാണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടെ ഫോക്കൈ ലൈ ചെയ്യുന്ന ആക്സിസ് ഏതാ? AB ആണ് അല്ല, എക്സ് ആക്സിസ് AB ആണ്. അപ്പോൾ ഞാൻ AB എന്ന് കൊടുത്തു. മൈനർ ആക്സിസ്
പെർപെൻഡിക്കുലർ ആയിട്ട് മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത് ഏതാ? സി ഡി. ഇനി വേർട്ടിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആക്സിസ് എൻഡ് ചെയ്യുന്ന പോയിന്റ്സ് എയും ബിയും അല്ലേ? എ ബി എന്ന് പറയണ ആണ് മേജർ ആക്സിസ്. അത് എൻഡ് ചെയ്യുന്ന പോയിന്റ് ഏതാ? എയും ബിയും. ഇതാണ് വേർട്ടിസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു എലിപ്സിൻ്റെ ഫോക്കൈ എന്താ, അതായത് എലിപ്സ് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമും അതുപോലെ തന്നെ മേജർ ആക്സിസ് മൈനർ ആക്സിസ് എന്താണെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പം നമുക്കത് നോക്കാം. ഇനി അടുത്തത് ഞാൻ ഈ സൈഡിൽ തന്നെ എഴുതുവാണേ. ഇനി ഫസ്റ്റ് നമ്മൾ നോക്കണത് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. മേജർ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ടലാണ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞു അല്ലേ? എ ബി ആണ് മേജർ ആക്സിസ്. ഈ ഒറിജിനിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് ഞാൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഇങ്ങോട്ടും എടുക്കുവാണേ. ഒറിജിനിൽ നിന്ന് എയിലേക്ക്, ഇത് ബിയിലേക്കുള്ള ഡിസ്റ്റൻസും ഇത് എയിലേക്കുള്ള ഡിസ്റ്റൻസും ഇത് എ. അപ്പോൾ എ പ്ലസ് എ എന്ന് പറയുന്നത് 2a വരും. അപ്പോൾ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a. ദെൻ ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. മൈനർ ആക്സിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിങ്ങോട്ട് ബി എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടും ബി ആണ്. അത് ഞാൻ 2b എന്ന് എഴുതാം. ബി പ്ലസ് ബി 2b. ഓക്കെ, ഇനി അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ. ഫോക്കൈയുടെ ഡിസ്റ്റൻസ്. ഫോക്കൈ എന്ന് പറയണത് നോക്കിക്കേ, ഫോക്കൈ എന്ന് പറയണത് ഈ F1ഉം F2 ആണ്. അപ്പോൾ അതിന് ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ഞാൻ സിന്ന് എടുക്കുവാണ്, ഇത് ഞാൻ സിന്ന് എടുക്കുവാണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സി പ്ലസ് സി 2c വരും അല്ലേ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ ഇസ് ഈക്വൽ ടു 2c. ഇത് ഞാൻ ജസ്റ്റ് ഈ മേജർ ആക്സിസ് എന്താ, മൈനർ ആക്സിസ് എന്താ, വേർട്ടിസസ് എന്താ, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് മേജർ ആക്സിസും ലെങ്ത് ഓഫ് മൈനർ ആക്സിസും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കൈ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ട പ്രോബ്ലത്തിലേക്ക് വന്നിട്ടില്ല. അപ്പം നമുക്ക് ഇതിനകത്ത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ഈ എലിപ്സ് നമ്മളിപ്പോൾ പരാബോള പഠിച്ചപ്പോൾ നമ്മൾ എക്സ് ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ളതും വൈ ആക്സിസിന് സിമെട്രിക് ആയിട്ടുള്ളതും അതിൻ്റെയൊക്കെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിച്ചു. അതുപോലെ തന്നെ ഈ എലിപ്സിനും ഉണ്ട് 2 സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. നമുക്കിനി അതാണ് പഠിക്കാനുള്ളത്. നമുക്കത് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് ആണ്. നമുക്ക് ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് x² by a² plus y² by b² equal to 1 where a² greater than b². നമുക്കറിയാം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? മേജർ ആക്സിസിൻ്റെ കാര്യമാണ് അല്ലേ? 2a എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അത് മേജർ ആക്സിസ് ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയാണ് എ എന്ന് പറയുന്നത്, അതായത് സെമി മേജർ ആക്സിസ് അല്ലേ? മേജർ ആക്സിസിൻ്റെ പകുതി. ഇത് മൊത്തമാണ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ഉള്ളത് എന്തായിരിക്കും? സെമി മേജർ ആക്സിസ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. a² ഗ്രേറ്റർ ദാൻ b² ആവുമ്പോൾ ബി എന്ന് പറയുന്നത് ഏതാ? സെമി മൈനർ ആക്സിസ് അല്ലേ? അപ്പോൾ a² ഗ്രേറ്റർ ദാൻ b² ആവുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറയുന്നത് x² by a² plus y² by b² equal to 1. ഓക്കെ, ഏത് കേസിലാണ്? a² ഗ്രേറ്റർ ദാൻ b² എന്ന് പറയുന്നത്. എ എന്ന് പറഞ്ഞാൽ എന്താ? സെമി മേജർ ആക്സിസ്. ഇത് മൊത്തമാണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. അത് 2a ആണ്. അതിൻ്റെ പകുതിയാണ് എ എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമുക്കറിയാം സെമി മേജർ ആക്സിസ് ആണ് എ എന്ന് പറയുന്നത്. അതിൻ്റെ സ്ക്വയർ ഗ്രേറ്റർ ദാൻ b² എന്നാണ് പറഞ്ഞിരിക്കുന്നത്. b² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനർ ആക്സിസിൻ്റെ പകുതി, അതായത് മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b ആണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ b കിട്ടും. അതാണ് സെമി മൈനർ ആക്സിസ്. സെമി മൈനർ ആക്സിസിൻ്റെ സ്ക്വയർ ചെറുതാണ് ഏതിനേക്കാളും? സെമി മേജർ ആക്സിസിനേക്കാളും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറയുന്നത് x² by a² plus y² by b² equal to 1 എന്ന് പറയാം. ഇനി അടുത്തത് ഈ കേസിൽ ഫസ്റ്റ് വൺ c² equal to
എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയിരിക്കും. സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന് നമ്മുടെ ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് അല്ലേ, ഇങ്ങോട്ടും ഉള്ള ഡിസ്റ്റൻസ്. ഇതെന്തായിരിക്കും എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ് എടുത്തിരിക്കുന്നത്, സ്ക്വയർ ടേം ആണ്. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസിൻ്റെ സ്ക്വയറും പിന്നെ ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി മൈനർ ആക്സിസിൻ്റെ സ്ക്വയർ. ഇവിടെ നമുക്ക് സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് കിട്ടി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആണെന്നറിയാം, ഇങ്ങോട്ട് എടുക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ നെഗറ്റീവും അല്ലേ. അപ്പോൾ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓക്കെ, ഇനി അടുത്തത് ഒറിജിൻ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഏതാ? 0 0 തന്നെയായിരിക്കും അല്ലേ. അതാണ് നമ്മുടെ സെൻറ്റർ എന്ന് പറയുന്നതും അല്ലേ. അപ്പം ഞാൻ കൊടുക്കുവാണ് സെൻറ്റർ ഈക്വൽ ടു 0 0. സെൻറ്റർ അപ്പോൾ 0 0 ആണ് അല്ലേ ഇവിടെ. ഇനി അടുത്തത് തേർഡ് വൺ ഫോക്കൈ. ഫോക്കൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ് ഫോക്കൈ എന്ന് പറയുന്നത്. ഇത് ഈ ഫിക്സഡ് പോയിന്റിനാണ് ഫോക്കൈ എന്ന് പറയുന്നത്. ഇത് പ്ലസ് ഓർ മൈനസും ഉണ്ട്, കാരണം ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് സിയും ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസും ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് എക്സ് ആക്സിസിലായതുകൊണ്ട് നമുക്ക് പ്ലസ് ഓർ മൈനസ് സി 0 എന്ന് കൊടുക്കാം. സി 0. ഇതിപ്പോൾ വൈ ആക്സിസിലാണ് തിരിച്ചായിരുന്നെങ്കിൽ എങ്ങനെ വന്നേനെ? 0 പ്ലസ് ഓർ മൈനസ് സി എന്ന് വന്നിരിക്കുന്നത് അല്ലേ. ഇതിവിടെ എക്സ് ആക്സിസിൽ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? മേജർ ആക്സിസിൻ്റെ ഫോക്കൈ എന്ന് പറയുന്നത് എന്ത് കൊടുക്കാൻ പറ്റും? പ്ലസ് ഓർ മൈനസ് സി 0 എന്ന് കൊടുക്കാം. ഇനി അടുത്തത് വേർട്ടിസസ് ഈക്വൽ ടു വേർട്ടിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു മേജർ ആക്സിസിൻ്റെ എൻഡ് പോയിന്റിനെയാണ് വേർട്ടിസസ് എന്ന് പറഞ്ഞത്. മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഇതിനകത്ത് എ ബി ആണ് അല്ലേ. ഫോക്കൈ ലൈ ചെയ്യുന്നത് ആക്സിസ് ആണ് മേജർ ആക്സിസ്. ഇപ്പോൾ മേജർ ആക്സിസിൻ്റെ എൻഡ് പോയിന്റ് ഏതാ? ഈ ബിയും എയും ആണ്. ആ പോയിന്റ്സ് ആണ് വേർട്ടിസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ A0യും ഇവിടെ മൈനസ് A0യും ആണ്. അപ്പോൾ നമ്മുടെ വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് A0 എന്ന് വരും. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി നമുക്കൊരു പുതിയൊരു ടേം കൂടി വന്നിട്ടുണ്ട്, എക്സിൻട്രിസിറ്റി എന്ന് പറയും. ECCENTRICTY എക്സിൻട്രിസിറ്റി. അതിനെ ഡിനോട്ട് ചെയ്യണത് E എന്നാണ്. E ഈക്വൽ ടു C ബൈ A. സി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒറിജിനിൽ നിന്ന് ഫോക്കസിലേക്കുള്ള ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഫോക്കൈ, അതായത് ഫിക്സഡ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അത് പ്ലസ് സി ആണ് എടുക്കണേ. പ്ലസ് സി ഡിവൈഡഡ് ബൈ എ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ആക്സിസിൻ്റെ പകുതി അല്ലേ, സെമി മേജർ ആക്സിസ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ എക്സിൻട്രിസിറ്റി കഴിഞ്ഞു. ഇനി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. നമ്മൾ നേരത്തെ മറ്റേ പരാബോളയിലെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 2b² ബൈ എ ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 2b² ബൈ എ. ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? മൈനർ ആക്സിസിൻ്റെ പകുതി അല്ലേ, അതായത് സെമി മൈനർ ആക്സിസ്. ബി എന്ന് പറഞ്ഞാൽ സെമി മൈനർ ആക്സിസ്, എ എന്ന് പറഞ്ഞാൽ സെമി മേജർ ആക്സിസ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് ഏത് കേസിലാണെന്ന് അറിഞ്ഞിരിക്കണം. A² ഗ്രേറ്റർ ദാൻ B² ആവുന്ന കേസിൽ ഉള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എലിപ്സ് എന്ന് പറയുന്നത് x² ബൈ A² പ്ലസ് y² ബൈ B². അതിൻ്റെ ഫിഗർ ഇങ്ങനെ വരും. ഓക്കെ, അതിനകത്ത് C² എന്ന് പറയുന്നത് A² മൈനസ് B² ആണ്. സെൻറ്റർ 0 0 ആണ്. ഫോക്കൈ പ്ലസ് ഓർ മൈനസ് C0. വേർട്ടിസസ് പ്ലസ് ഓർ മൈനസ് A0. എക്സിൻട്രിസിറ്റി എന്ന് പറയുന്നത് E ഈക്വൽ ടു C ബൈ A. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്ന് പറയുന്നത് 2b² ബൈ A. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് കാര്യങ്ങളും കൂടി നോട്ട് ചെയ്യുന്നുണ്ട്. ലെങ്ത് ഓഫ് മേജർ ആക്സിസും ലെങ്ത് ഓഫ് മൈനർ ആക്സിസും. അപ്പോൾ ഇവിടെ നമ്മൾ 6ാമത്തെ വരെ എഴുതിയിട്ടുണ്ട്. ഇനി 7ാമത്തെ എഴുതുവാണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ്. മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു ഫോക്കസ് ലൈ ചെയ്യുന്ന
ആക്സിസ് ആണ് മേജർ ആക്സിസ് അല്ലേ. ഇതാണ് മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഫോക്കസ് ലൈ ചെയ്യുന്നത്. ഫോക്കൈ എന്നാണ് നമുക്കിവിടെ ഫോക്കസ് അല്ല, പരാബോളിക് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഫോക്കൈ ലൈ ചെയ്യുന്ന ആക്സിസ് ഏതാ? മേജർ ആക്സിസ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ബി എ അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നത് അല്ലേ. ഇത് മൊത്തം ഇങ്ങോട്ട് എയും ഇങ്ങോട്ട് എയോ എന്ന് പറഞ്ഞു. അപ്പോൾ 2a മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a ആണ്. ദെൻ അടുത്തത് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്. ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് എന്ന് പറയുന്നത് 2b. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനി അടുത്തത് നമുക്കിപ്പോൾ എലിപ്സിൻ്റെ ഒരു കേസാണ് പറഞ്ഞത്, എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ബി സ്ക്വയർ ആവുന്ന കേസിൽ. ഓക്കെ, ഇനി എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആവുന്ന കേസാണ് അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടുത്ത കേസിൽ നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഫോക്കൈ ലൈ ചെയ്യുന്നത് ആക്സിസ് ആണ്. ഫോക്കൈ ലൈ ചെയ്യുന്ന ആക്സിസ് ആണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഇവിടെ മേജർ ആക്സിസ് വന്നിട്ടുള്ളത് വൈ ആക്സിസിലാണ് അല്ലേ. എ ബി എന്ന് പറയുന്നതാണ് മേജർ ആക്സിസ്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സെമി മേജർ ആക്സിസിൻ്റെ സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ സെമി മൈനർ ആക്സിസിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്ക് ഈ കേസിൽ ഇക്വേഷൻ എങ്ങനെ വരും? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഇതിൻ്റെ താഴെ വരുന്നത് ശ്രദ്ധിക്കണം, എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1. ഏത് കേസിൽ? എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആവുന്ന കേസിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സി സ്ക്വയർ ഈക്വൽ ടു, സി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒറിജിനിൽ നിന്ന് ഫോക്കയിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, അതാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ സി സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ തന്നെ. പിന്നെ സെൻറ്റർ എന്ത് വരും? സെൻറ്റർ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 0 0 തന്നെയായിരിക്കും ഈ കേസിലും. ഓക്കെ, ദെൻ അടുത്തത് ഫോക്കൈ. ഫോക്കൈ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഫോക്കൈ ഈക്വൽ ടു, നോക്കിക്കേ, ഇവിടെ ഫോക്കൈ എന്ന് പറഞ്ഞാൽ ഇത് വൈ ആക്സിസിലാണ്. നമ്മൾ പോയിന്റ് എഴുതണം എങ്ങനെയാണ്? വൈ ആക്സിസിൽ പോയിന്റ് എഴുതണം. ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സിയും ഇങ്ങോട്ട് നെഗറ്റീവ് സിയും ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് വൈ ആക്സിസിൽ പോയിന്റ് എഴുതുമ്പോൾ എക്സ് ആക്സിസ് എന്ത് കൊടുക്കും? 0 കൊടുക്കാറുണ്ട്. അപ്പോൾ ഫോക്കൈ എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് സി. ദെൻ അടുത്തത് ഫോക്കൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഏതാണ്? വേർട്ടിസസ് അല്ലേ. വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ മേജർ ആക്സിസിൻ്റെ എൻഡ് പോയിന്റ്. മേജർ ആക്സിസ് ഈ കേസിൽ എ ബി കാണിച്ചിരിക്കുന്നത് വൈ ആക്സിസിലാണ്. ഇതിൻ്റെ എൻഡ് പോയിന്റ് ഏതാ? 0 എയും ഇങ്ങോട്ട് വരുമ്പോൾ താഴെയിട്ട് 0 മൈനസ് എ അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വേർട്ടിസസ് എന്ന് പറയുന്നത് 0 പ്ലസ് ഓർ മൈനസ് എ എന്ന് കൊടുക്കാം. ഇനി അടുത്തത് ഏതാ? എക്സിൻട്രസിറ്റി. എക്സിൻട്രസിറ്റി അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഇ എന്നാണ്, സ്മോൾ ലെറ്റർ ഇ ഈക്വൽ ടു സി ബൈ എ. അതിലൊരു മാറ്റമില്ല, സി ബൈ എ തന്നെയാണ്. ഇനി അടുത്തത് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. അതിലും ഒരു മാറ്റമില്ല, 2b സ്ക്വയർ ബൈ എ. 2b സ്ക്വയർ ബൈ എ. ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസും ലെങ്ത് ഓഫ് മൈനർ ആക്സിസും അത് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ, അതിലും മാറ്റം ഉണ്ടാവില്ല. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് ഈക്വൽ ടു 2a. ഇതാണ് മേജർ ആക്സിസ്. ഫോക്കൈ ലൈ ചെയ്യുന്നത് ആക്സിസ് ആണ് മേജർ ആക്സിസ് എന്ന് പറയുന്നത്. ഈ കേസിൽ മേജർ ആക്സിസ് ഇതാണ്. ലെങ്ത് ഓഫ് മേജർ ആക്സിസ് 2a. ദെൻ അടുത്ത ഏതാ? ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 2b. ഓക്കെ, അപ്പോൾ ഈ കേസിലെ എല്ലാ കണ്ടീഷൻസും, എല്ലാ കാര്യങ്ങളും, സെൻറ്റർ, ഫോക്കൈ, വേർട്ടിസസ്, എക്സിൻട്രസിറ്റി, അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പഠിച്ചിട്ട് വേണം, 2 സ്റ്റാൻഡേർഡ് ഇക്വേഷനും പഠിച്ചിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് കടക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എലിപ്സ് എന്ന് പറഞ്ഞ ഒരു ഓവൽ ഷേപ്പിലിരിക്കുന്നതാണ് അല്ലേ, കണ്ടല്ലോ.
എലിപ്സ് എന്താണെന്നും ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം.